മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു നായിക തന്നെയാണ് ഗോപിക. ഗോപികയോടുള്ള സ്നേഹം ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകർ പങ്കുവയ്ക്കാറുമുണ്ട്. ഇപ്പോഴിതാ ഗോപിക തൻ്റെ സഹോദരി നാട്ടിൽ വന്നതിൻ്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. ജിപിയും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ സന്തോഷമൊന്നും ഗോപിക എപ്പോഴും പുറത്ത് കാണിക്കാറില്ല. ക്യാമറയോട് വളരെയധികം നാണമാണ് ഗോപികയ്ക്ക് എപ്പോഴും. ഗോപിക അങ്ങനെ തന്നെയാണ് എപ്പോഴും ആളുകളോട് പെരുമാറാറുള്ളതും. എന്നാൽ ഇത്തവണ വിട്ടുവന്നപ്പോൾ വളരെയധികം സന്തോഷത്തിൽ ഗോപിക തുള്ളിച്ചാടിയത് ഞാൻ വീഡിയോയിൽ പകർത്തി. അതുകൊണ്ട് നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഞാനത് പങ്കുവയ്ക്കുകയും ചെയ്യാം. ഇവിടെ ഞാനത് പങ്കുവയ്ക്കുന്നുണ്ട് എന്നുകൂടി ഇപ്പോൾ താരം പറയുകയാണ്. അതിലൂടെ തന്നെ ഏറ്റവും കൂടുതൽ കണ്ണീര് പൊഴിക്കുന്ന വീഡിയോ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആരോടും പറയാതെയാണ് വിട്ടുവന്നത്. എന്നാൽ ഗോപികയോട് പറയാതെ മിട്ടുവിന് വരാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഗോപികയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഗോപിക വിളിക്കാൻ പോകുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കണമെന്നും ഞാൻ അവളെ എല്ലായിടത്തും കൊണ്ടുപോകാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അത്രയേറെ സന്തോഷത്തിലായിരുന്നു ഗോപിക ഉണ്ടായിരുന്നത്. എപ്പോഴും സ്നേഹത്തിലും സന്തോഷത്തിലും കഴിയുന്ന സഹോദരങ്ങൾ തന്നെയാണ് ഇരുവരുമെന്ന് ഇതിനു മുൻപ് നമുക്കറിയാം. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഈ വാർത്ത പങ്കുവയ്ക്കുന്നത്. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുന്ന ഒരു താരം കൂടിയായി വളരെ പെട്ടെന്ന് ഗോപിക മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സാന്ത്വനം എന്ന സീരിയലിലെ അഞ്ജലിയായി എത്തിയതിനു ശേഷമാണ് ഗോപികയ്ക്ക് ആരാധകർ വർദ്ധിച്ചത്. ബാല്യകാലം മുതൽ തന്നെ സിനിമയിലും സീരിയലിലുമൊക്കെ സജീവമായി നിന്നിട്ടുണ്ടെങ്കിലും ഇത്രയും അധികം ആരാധകരെ ആ സീരിയലിലൂടെയാണ് ഗോപികയ്ക്ക് നേടാൻ സാധിച്ചത്. എന്നാൽ സീരിയലിൽ കാണുന്ന പോലൊരു സ്വഭാവക്കാരിയല്ല, മറിച്ച് അധികമാരോടും സംസാരിക്കാത്ത പ്രകൃതക്കാരിയാണ്. ജിപിയുമായിട്ടുള്ള വിവാഹം വളരെയധികം എല്ലാവരും ഞെട്ടിച്ചൊരു കാര്യം കൂടിയായിരുന്നു. രണ്ടുപേരുടേതും പ്രണയ വിവാഹമാണെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ പരസ്പരം അറിയാതെയാണ് ഇവർ വിവാഹത്തിലേക്ക് എത്തിയതെന്ന് പലപ്പോഴായി വാർത്തകൾ ഉണ്ടായിരുന്നു. പ്രേക്ഷകർ ഇപ്പോൾ ഈ വാർത്തയെക്കുറിച്ച് ഇങ്ങനെ തന്നെയാണ് പ്രതികരിക്കുന്നത്. ഗോപികയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും സ്നേഹമാണ്. എന്നാൽ ഗോപികയും ജിപിയും ഒരുമിച്ച് വന്നതിൻ്റെ ആശ്ചര്യം ഇപ്പോഴും പ്രേക്ഷകർക്കുണ്ട്. ഇവർ എങ്ങനെയാണ് ജീവിതത്തിൽ ഒന്നിച്ചതെന്ന് എപ്പോഴും പ്രേക്ഷകർ ചോദിക്കാറുണ്ട്. ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണോ എന്ന് പോലും സംശയിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ അങ്ങനെയല്ല എന്ന് മുൻപ് ജിപിയും ഗോപികയും പറഞ്ഞെത്തിയിട്ടുമുണ്ട്. ഞങ്ങൾ ഇരുവരും തന്നെ പ്രണയിച്ച് വിവാഹം കഴിച്ചവരല്ല, പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള പ്രണയം എന്നത് വിവാഹത്തിന് ശേഷമായിരുന്നു. അതെത്ര മനോഹരമാണെന്ന് ഞങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുകയാണ്. പണ്ട് ഗോവിന്ദ് പത്മസൂര്യ എന്ന വ്യക്തിയെ ഞങ്ങൾക്കറിയാമായിരുന്നു. എന്നാൽ ഞങ്ങളെപ്പറ്റി ഒരിക്കലും ജിപി ചേട്ടൻ അറിയില്ലായിരുന്നു. ഒരിക്കൽ ഞങ്ങൾക്ക് സെൽഫി എടുക്കണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ പോലും അദ്ദേഹം എത്താത്തതിനെക്കുറിച്ച് ഒരിക്കൽ ഗോപികയും സഹോദരിയും പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് അങ്ങനെയൊക്കെ പെരുമാറിയ വ്യക്തിയാണ് എന്ന് ജിപി അതുകൊണ്ട് അന്ന് കാണേണ്ടിയിരുന്നതാണെന്നും ഒരുപക്ഷെ അങ്ങനെ കണ്ടിരുന്നുവെങ്കിൽ ഇങ്ങനത്തെ കല്യാണാലോചന വരുമ്പോൾ ചിലപ്പോൾ നടക്കില്ലായിരുന്നു എന്നുമൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത് കൃത്യമായി തന്നെ ആലോചന വഴി വന്നതാണ് എന്നതും എല്ലാവരും എടുത്തു പറയുന്നു. ഇന്ന വ്യക്തിയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് അറിഞ്ഞു. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അന്ന് ഫോട്ടോ എടുക്കാൻ വന്ന കുട്ടിയാണ് ഗോപിക എന്നത്. അതൊക്കെ വളരെ യാദർശികമായി തോന്നുന്നു. അന്ന് ഫോട്ടോ എടുക്കാൻ ഞാൻ നിൽക്കാത്തതിനാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുവെന്നും ജിപി കളിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.